തമിഴ്നാട്ടിൽ സ്റ്റാലിനെ കൈവിട്ട് വിജയുടെ TVKക്കൊപ്പം പോയ CPMന് ഇപ്പോൾ DMK കൊടുക്കുന്ന മറുപടി വന്നുകൊള്ളുന്നത് പിണറായി വിജയന്റെ നെഞ്ചത്താണ്. സ്റ്റാലിൻ സർക്കാർ താഴെ പോയപ്പോൾ CPM ബുദ്ധിജീവികൾ പറഞ്ഞത് DMKയുടെ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് അവരെ തോൽപ്പിച്ചത് എന്നാണ്. ഇതിന് DMK മുഖപത്രമായ മുരശൊലി തിരിച്ചു ചോദിച്ച ചോദ്യം CPMന്റെ സൈദ്ധാന്തിക അടിത്തറ തന്നെ ഇളക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സഖാക്കളെ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിങ്ങളുടെ ഇടതുപക്ഷ സർക്കാരിനെ അടിതെറ്റിച്ചതും ഇതേ നയങ്ങളിൽ രോഷാകുലരായ അവിടുത്തെ യുവാക്കൾ തന്നെയാണോ? അവിടം കൊണ്ട് മുരശൊലി നിർത്തിയില്ല. കേരളത്തിലെ CPMന്റെ സോഷ്യലിസം എത്രത്തോളം ഉണ്ടെന്ന് തെളിവ് സഹിതം DMK അക്കമിട്ട് നിരത്തുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖം അദാനിയുടെ കയ്യിലാണ്. കളമശ്ശേരി ലോജിസ്റ്റിക് പാർക്ക് അദാനി ഗ്രൂപ്പിൻ്റെതാണ്. പോരാത്തതിന് പ്രധാനമന്ത്രി മോദിയും പിണറായി വിജയനും അദാനിയും ഒരേ വേദിയിൽ ചിരിച്ചു സംസാരിക്കുന്ന ആ ചിത്രം കൂടി ഓർമ്മിപ്പിച്ചാണ് DMK ചോദിക്കുന്നത്, സഖാക്കളെ, ഇതാണോ നിങ്ങളുടെ പുത്തൻ സോഷ്യലിസം? വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലേക്ക് പുതിയ കമ്പനികൾ വരാനും ഇൻഫ്രാസ്ട്രക്ചർ വളരാനും വേണ്ടി സ്വകാര്യ നിക്ഷേപങ്ങളെയും വലിയ കോർപ്പറേറ്റുകളെയും P. രാജീവ് സ്വാഗതം ചെയ്തിരുന്നു. മുൻ മന്ത്രി P. രാജീവ് പാർട്ടി സമ്മേളന സെമിനാറിൽ സംസാരിച്ചത് സോഷ്യലിസമാണോ അതോ നവ ഉദാരവൽക്കരണമാണോ എന്ന് CPM ആദ്യം ഒന്ന് ആത്മപരിശോധന നടത്തണമെന്ന കുത്തം DMK കേരളത്തിലെ CPMന് ഇട്ട് കൊടുത്തു. ആ പരിശോധന നടത്തിയിട്ട് മതി തമിഴ്നാട് പാർട്ടി സെക്രട്ടറി ഷൺമുഖം ഞങ്ങളെ ഉദാരവൽക്കരണം പഠിപ്പിക്കാൻ വരുന്നത്. ഈ വലിയ വാക്കുകളുടെ ഉപയോഗം ഷൺമുഖം കുറയ്ക്കുന്നത് നല്ലത് എന്നും മുരശൊലി താക്കീത് നൽകുന്നു. അവസരവാദത്തിന് സൈദ്ധാന്തിക പുറംചട്ട തുന്നിപ്പിടിപ്പിക്കാൻ നോക്കരുത് എന്ന അത്യുഗ്രൻ വരിയോടെയാണ് മുരശൊലി ലേഖനം അവസാനിപ്പിച്ചത്. പണ്ട് കേരളത്തിൽ പ്രതിപക്ഷം അദാനി ബന്ധം ആരോപിച്ചപ്പോൾ വികസനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച അതേ വിഷയം തന്നെയാണ് സ്റ്റാലിന്റെ DMK CPMനെ എടുത്തിട്ട് അലക്കാൻ ഉപയോഗിച്ചത്. സത്യത്തിൽ DMKയുടെ ഈ ലേഖനം പുറത്തു വന്നപ്പോൾ തമിഴ്നാട്ടിലല്ല, ഏറ്റവും കൂടുതൽ ചിരി പൊട്ടിയത് കേരളത്തിലെ UDF ക്യാമ്പിലായിരിക്കും. കാരണം കഴിഞ്ഞ 5 വർഷമായി VD സതീശനും കോൺഗ്രസും നിയമസഭയിൽ തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞ അതേ അദാനി കണക്ഷനും മുതലാളിത്ത പ്രണയവുമാണ് ഇപ്പോൾ പണ്ടത്തെ ചങ്കായ സ്റ്റാലിന്റെ പത്രം ചെന്നൈയിൽ അച്ചടിച്ചിരിക്കുന്നത്. പണ്ട് UDF പറഞ്ഞപ്പോൾ അത് വികസന വിരുദ്ധത, ഇപ്പോൾ DMK പറഞ്ഞപ്പോൾ അത് സൈദ്ധാന്തിക ചർച്ച. സഖാക്കൾക്കിനി സ്റ്റാലിനെ തള്ളി പറയാനാവുമോ അതോ അദാനിയെ തള്ളി പറയുമോ? ഇന്ത്യ മുഴുവൻ മറ്റു പാർട്ടികൾക്ക് വർഗ്ഗസമരത്തിന്റെ ക്ലാസ് എടുത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇന്ന് ചെന്നൈയിലെ ഒരു ദ്രാവിഡ പാർട്ടി മാർക്സിസത്തിന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്നത്. DMK അച്ചടിച്ച ആ പത്രത്താളുകൾ വായിക്കുമ്പോൾ ഡൽഹിയിലെ AKG ഭവനിലിരിക്കുന്ന നേതാക്കൾ പോലും മുഖം പൊത്തിയിട്ടുണ്ടാകും.